സിനിമയും AMMAയും സുരേഷ് ഗോപിയും ശ്രീകുമാരൻ തമ്പിയും വളരെ തമാശയായി മാറുന്ന ഒരു വിഷയമായി സമൂഹത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ മരിച്ചുപോയ, നമ്മളെയെല്ലാം വിട്ടുപോയ പ്രഗത്ഭ നടനായ തിലകൻ്റെ പേരും കൂടി അതിൽ കൂട്ടി വായിക്കണം. അപ്പോഴാണ് അത് മുഴുവനാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പാർലമെൻറ്റിൽ കേരള എന്നുള്ള പേര് കേരളം എന്നാക്കി മാറ്റിയിട്ടുള്ള ബില്ല് പാസ്സാക്കി. ഇത് സത്യത്തിൽ കേരളത്തിൻ്റെ, അതായത് കേരളയുടെ ആവശ്യമായിരുന്നു കേരളം എന്നാക്കേണ്ടത്. അത് ഒരു ചർച്ചയ്ക്കും എടുക്കാതെ, ഒരു ചർച്ചയും ചെയ്യാതെ അതങ്ങോട്ട് പാസ്സാക്കി കൊടുത്തു. അപ്പോൾ കേരളത്തിന് അതായി ഇന്നത്തെ പ്രശ്നം. കേരളം ആവശ്യപ്പെട്ടതാണ് കേരള എന്നുള്ളത് കേരളമാക്കണമെന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് യാതൊരുവിധ ഷാഠ്യവും കൂടാതെ അത് പാസ്സാക്കി കൊടുത്തപ്പോൾ കേരളത്തിന് പ്രശ്നമേറെയായി. കേരളത്തിലെ MP-മാർ കിടന്നു കൂക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അതായത് കേന്ദ്രത്തിനോട് കേരളമാക്കാൻ പറഞ്ഞു, അവരതാക്കി കൊടുത്തു. അപ്പോൾ ഇവർക്ക് അത് ചർച്ച ചെയ്ത് കൂവി വിളിക്കണം. എന്താ അവരുടെ ഉദ്ദേശം? അതിനൊന്നും സമയമില്ല വേസ്റ്റാക്കാൻ. ഇപ്പോഴും കേരളത്തിൽ നിന്നോ ഇതുവരെ 10-60 കൊല്ലം ഭരിച്ച ഈ രാഷ്ട്രീയ നേതാക്കൾക്കോ ഈ പാർലമെൻറ്റിൻ്റെ വില എന്താണെന്ന് അറിയില്ല. അവിടെയുള്ള ഓരോ സെക്കൻഡും ഇവിടുത്തെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവിടെ ഇരിക്കുന്നതെന്നുള്ള ബോധമില്ല. അതുകൊണ്ടാണ് ഈ അനാവശ്യമായ സമയപോക്കിനും അനാവശ്യമായ ചർച്ചകളും നടത്തി ആ വലിയ ഒരു നീതിപീഠമായ ആ പാർലമെൻറ്റിനെ വികൃതമായിട്ട് ഇത്ര കാലം കൊണ്ടു നടന്നത്. ഇപ്പം അതിനൊന്നും ഇപ്പോൾ ഭരിക്കുന്നവർ തയ്യാറല്ല. ആവശ്യമുള്ളത് പറയുക, ആവശ്യമുള്ളത് ചോദിക്കുക, അതിനുള്ള ഉത്തരം അവിടെ കിട്ടും. അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ള സ്ഥലമല്ല പാർലമെൻറ്റ് എന്ന് കേന്ദ്രത്തിലെ ഓരോ ഉത്തരവാദപ്പെട്ടവരും പലപ്പോഴും സൂചിപ്പിച്ച് കഴിഞ്ഞ വിഷയമാണ്. അതുപോകട്ടെ, അത് വേറെ വിഷയം. ഇവിടെ കേരളമാക്കി കൊടുത്തു. അതാക്കുമ്പോൾ ഇവരോട് ചർച്ച ചെയ്തില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരാതി. ആക്കിയാലും പ്രശ്നം, ആക്കിയില്ലെങ്കിലും പ്രശ്നം, ചെയ്താലും പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. അതൊന്നും കേന്ദ്രം ഭരിക്കുന്നവർ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. അതുപോട്ടെ, കേരളം എന്നാക്കിയപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള ഈ വാശി പിടിച്ച ചില MP-മാരുടെ വാഗ് തോരണങ്ങൾ അല്ലെങ്കിൽ വീമ്പിളക്കൽ അവിടെ കേട്ടു. A റഹീം ശ്രീനാരായണ ഗുരുവിൻ്റെ ചില വാചകങ്ങളൊക്കെ എടുത്ത് ചൊല്ലി ചില പ്രകടനങ്ങൾ കാണിച്ചു. ഭാഗ്യത്തിനത് ഇംഗ്ലീഷിലായില്ല. എന്നാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം എന്താ ഉണ്ടാവാൻ പോകുന്നത്. അത് വിത്ത് പെർമിഷൻ ആയിരിക്കും. മലയാളത്തിൽ പറഞ്ഞു, അത് തന്നെ ഉച്ചാരണവും പലതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് അനുവദിച്ച സമയത്ത് ഈ കേരളം എന്നാക്കിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹവും ഒരു സംസാരം അവിടെ നടത്തി. ആ സംസാരത്തിൽ അദ്ദേഹം വളരെ എന്താ പറയുക, ഈ വികാരത്തോടു കൂടി തന്നെ സംസാരിച്ചു. കാരണം കേരളം എന്നാക്കിയതിലുള്ള സന്തോഷം കാണിച്ചതായിരിക്കും. പക്ഷേ അദ്ദേഹം ആ പ്രകടിപ്പിക്കുന്ന പ്രകടനത്തിൽ മനഃപൂർവ്വം ആണോ മനഃപൂർവ്വം അല്ലാതെയാണോ ഇനി ഓർമ്മ വരാതെയാണോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രകടനത്തിൽ നിന്ന് മനസ്സിലായതും സിനിമാ ലോകത്തെ അസുഖങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് മനഃപൂർവ്വം തന്നെയാണ് എന്നതാണ് ഇപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഞാൻ തിലകൻ്റെ പേരും കൂടി പറഞ്ഞു വെച്ചത്. ഇവിടെ സുരേഷ് ഗോപി വളരെ ഭംഗിയായിട്ട് അതിനുള്ള സന്തോഷം
പ്രകടിപ്പിക്കുന്നതിൻ്റെ സമയത്ത് ഒരു വളരെ പ്രസിദ്ധമായ ഒരു മലയാള ഗാനം എടുത്ത് പാടുകയുണ്ടായി. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി. ആ പാട്ട് അദ്ദേഹം അവിടെ ആലപിച്ചുകൊണ്ട് അഭിമാന പുളകിതനായി പറയുകയാണ് എം ടി വാസുദേവൻ നായർ, ജോൺസൺ, വയലാർ, ജി ദേവരാജൻ തുടങ്ങിയ മലയാളികളായ പ്രഗത്ഭരെ ഞാൻ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലും സംഗീതത്തിലുമുള്ള കഴിവ് അവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാട്ട് അവിടെ പാടിയത്. ഈ കേരള എന്നുള്ളത് കേരളമാക്കിയതിനുള്ള ഒരു സന്തോഷ പ്രകടനം. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു അമളി ഈ എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ്റെ പേരും അല്ലെങ്കിൽ മറ്റുള്ള അതിലെ ഓരോ വ്യക്തികൾ, ഞാൻ ഇപ്പോൾ ആരെയും പറയുന്നില്ല, അവരുടെയൊക്കെ പേര് സിനിമാ ഫീൽഡിൽ എല്ലാവരും അറിയുന്ന മലയാള സിനിമയിൽ അറിയപ്പെടുന്ന, നമുക്കതിന് കൂടുതലൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഒരു തെറ്റ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറായ കേന്ദ്ര സഹമന്ത്രിക്ക് തെറ്റുപറ്റിപ്പോയി. ഈ പാട്ട് എഴുതിയ പ്രഗത്ഭനായ മലയാള സിനിമയിലെ തന്നെ ആർക്കുമില്ലാത്ത കഴിവുള്ള, അത് അങ്ങനെ തന്നെ പറയണം, കാരണം എന്താ വെച്ചെങ്കിൽ ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ഈ ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ട് നോട്ട് ചെയ്തോളൂ ഓരോന്നായിട്ട്. ശ്രീകുമാരൻ തമ്പി തന്നെയാണ് പാട്ടിന് ഗാനം കൊടുത്തിരിക്കുന്നത്. 2, ശ്രീകുമാരൻ തമ്പി തന്നെ സിനിമ നിർമ്മിക്കുന്ന ആൾ. 3, ശ്രീകുമാരൻ തമ്പി തന്നെ പല സിനിമകളും പ്രഗത്ഭ സിനിമകൾ, അതായത് യുവജനോത്സവം, വളരെ പേരുകേട്ട പലത്, ഇതിനെക്കാട്ടിയും വളരെ പ്രസിദ്ധമായ പാട്ടുകൾ, ബന്ധങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പാട്ടുകളുണ്ട്. ഇന്നും ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലെയും പാട്ട് ആ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ശ്രീകുമാരൻ തമ്പിയുടെ, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ ഓർത്ത് പാടണമെങ്കിൽ ഓർത്താൽ മതി, അതുമാതിരി എന്നും ഓർത്ത് നിൽക്കുന്ന പലതരം പാട്ടുകൾ രചിച്ച ആ പ്രഗത്ഭനായ ഗാനരചയിതാവിൻ്റെ പേര് പറയാൻ സുരേഷ് ഗോപിക്ക് പറ്റിയില്ല. മനഃപൂർവ്വം എന്ന് തന്നെ അതിന് പറയേണ്ടി വരും. ഇവിടുത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് ആരും ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി തന്നെ രംഗത്ത് വന്ന് അതിന് പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു, ഓപ്പണായിട്ട്. വീഡിയോയിൽ കൂടിയാണ്, അല്ലാതെ എഴുതി വിടുവോ ഫേസ്ബുക്കിൽ അങ്ങനത്തെ കുറിപ്പൊന്നുമല്ല. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇത്രയും നല്ലൊരു വേദിയിൽ എൻ്റെ പാട്ടെടുത്ത് പാടുമ്പോൾ മറ്റുള്ളവരുടെ പേരെടുത്ത് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ആ പാട്ട് രചിച്ച ശ്രീകുമാരൻ തമ്പിയുടെ പേര് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയാതെ പോയത്? ഇത് വലിയൊരു പോയിൻ്റാണ്. സുരേഷ് ഗോപി ഇപ്പോഴും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. ചമ്മി നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ഒരു മര്യാദക്കാരനാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിയുടെ വീട്ടിൽ പോകണം, മാപ്പ് പറയണം, അല്ലെങ്കിൽ കാര്യം വിശദീകരിക്കണം. അതിനുള്ള ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കുണ്ട്. പക്ഷേ ഇതിപ്പോൾ 2-3 ദിവസമായി നീങ്ങുന്നു, ഒന്നും നടക്കുന്നില്ല, ഒന്നും കാണുന്നില്ല. ശ്രീകുമാരൻ തമ്പി തന്നെ അത് പറയാൻ ഇടവരുത്തരുതായിരുന്നു. അതിപ്പോൾ വന്നു കഴിഞ്ഞു. ഇനിയത് നീളും തോറും കൂടുതൽ സുരേഷ് ഗോപി വഷളാകും എന്ന് തന്നെയാണ്. എയിംസിൽ വഷളായ മാതിരി, അങ്ങനെ പലതിലും വഷളായ മാതിരി തന്നെ ഇതിലും വലിയൊരു വഷളത്തരത്തിലേക്കാണ് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗൗരവം തന്നെയാണ്. എന്തുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കി? എന്തുകൊണ്ട് തിലകനെ മാത്രം സിനിമയിൽ അവർ ബ്ലോക്ക് ചെയ്തു? ഇത് ചർച്ച ചെയ്യണം കേരളത്തിലെ സമൂഹം, ഇന്ത്യയിലെ എല്ലാവരും ഇത് അറിയണം. എന്തുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ പേര് പത്മശ്രീ, പത്മഭൂഷൺ അവിടേക്ക് എത്തിയില്ല? വെറും ഒരു നടനായ മമ്മൂട്ടിക്ക് കൊടുത്തു.
അല്ലെങ്കിൽ പലർക്കും കൊടുത്തു. ജയറാമിന് വരെ കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ പത്മഭൂഷണോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രഗത്ഭനായ 85 വയസ്സായി നിൽക്കുന്ന നിർമ്മാതാവ്, സംവിധായകൻ, ഗാനരചയിതാവ്, ഗാനസംവിധായകൻ, അതൊന്നും ഊച്ചാളി സംഭവങ്ങളല്ല, എല്ലാം പേരുകേട്ട ഹിറ്റ് സംഭവങ്ങളായിരുന്നു. അത് ഹിറ്റ് പറഞ്ഞാൽ മറ്റേ കമേഴ്ഷ്യൽ ഹിറ്റല്ല, ജനങ്ങളുടെ മനസ്സിൽ കയറി നിൽക്കുന്ന തരത്തിലുള്ള സിനിമകൾ, ഗാനങ്ങൾ, ഗാനസംവിധാനങ്ങൾ. എന്തിനു പറഞ്ഞ ഈ സുരേഷ് ഗോപിയെ തന്നെ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്ത ആളാണ് മിസ്റ്റർ സേതുമാധവൻ എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായ സിനിമാക്കാരൻ. അദ്ദേഹത്തെയാണ് സിനിമാക്കാരൻ എന്ന് പറയുന്നത്. അല്ലാതെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടൊന്നും സിനിമാക്കാരനാകുന്നില്ല. സിനിമയുടെ എല്ലാ മുക്കിലും മൂലയിലും ഒരുപോലെ ജ്ഞാനവും അറിവും കഴിവുമുള്ള വ്യക്തി തന്നെയാണ് സിനിമാക്കാരൻ. അദ്ദേഹത്തിന് കൈപ്പിടിച്ചുയർത്തി ആ അവാർഡുകൾ വാങ്ങിക്കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സുരേഷ് ഗോപി അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഒരു സിനിമയിൽ പ്രധാന നടനായി പോയത് എന്നാണ് ഏറ്റവും വലിയ തമാശ. അദ്ദേഹമാണ് സുരേഷ് ഗോപി ഒരു സിനിമയിൽ വില്ലനാക്കി ആദ്യം അഭിനയിപ്പിച്ചത്. ഇങ്ങനെ പലതരം കഥകളാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കാൻ സുരേഷ് ഗോപി ഈ ഇടം കൊടുക്കണോ, സന്ദർഭം ഉണ്ടാക്കണോ? സുരേഷ് ഗോപിക്ക് മര്യാദയ്ക്ക് അപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അദ്ദേഹത്തിനോട് വിളിച്ചു പറയാം, വീട്ടിൽ ചെന്ന് പറയാം, ഇപ്പോഴും മുണ്ടാതിരിക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പിയും തിലകനും സിനിമാ ഫീൽഡിൽ ഇങ്ങനെ തഴയപ്പെട്ടത്? അവിടെയാണ് കേരളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജാതി പുറത്തു വരുന്നത്. മതമട നിൽക്കട്ടെ, സിനിമയിൽ ഒരു ഈഴവന് ജീവിക്കാൻ പറ്റില്ല. ഇത് പലപ്പോഴും തിലകൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി അത് ഓപ്പണായി പറഞ്ഞിട്ടില്ല. നായന്മാരുടെ കുത്തകയാണ് മലയാള സിനിമ എന്ന് ഒരു സമയത്ത് ഞാൻ ഇതുമാതിരി ഒരു പ്രഗത്ഭൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണോ എന്നിപ്പോൾ വിശ്വസിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ ഇത്രയും മലയാള സിനിമയുടെ അസറ്റായ ഒരു വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെ മനഃപൂർവ്വം അങ്ങോട്ട് ഒഴിവാക്കി സുരേഷ് ഗോപി. തിലകനെ പുറത്താക്കിയപ്പോൾ സുരേഷ് ഗോപി മുണ്ടിയിട്ടില്ല, മോഹൻലാൽ മുണ്ടിയിട്ടില്ല. എന്തോ കാരണമായിക്കോട്ടെ, ആ പാവം മനുഷ്യനെ, ഇത്രയും പ്രഗത്ഭനായ നടനെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാൻ അതൊന്നും ഇപ്പോൾ പറയാൻ കൂടുതൽ സമയം കളയുന്നില്ല. അപ്പോൾ ഈ തിലകനും ഈഴവനായി, ശ്രീകുമാരൻ തമ്പിയും ഈഴവനായി, തിലകൻ്റെ മക്കളൊക്കെ ഈഴവന്മാരായി. ഇനി വേറെയും ഉണ്ട്. നല്ല കഴിവുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം സീനിയറാണ്. അവിടെ അമ്മയുടെ പ്രസിഡൻ്റ് ആവാൻ മത്സരിച്ചു സിനിമാ നടൻ ദേവൻ. എന്തേ എല്ലാവരും കൂടി പൊട്ടിച്ച് കൈ കൊടുത്തത്? ഇവിടെ ഏത് സിനിമയിലാണ് അഭിനയിക്കാത്തത്? മമ്മൂട്ടിയോടൊപ്പം, മോഹൻലാലിനോടൊപ്പം, എല്ലാ സിനിമകളിലും എല്ലാവരുമായിട്ട് ബന്ധമുള്ള ആളെ കൂളായിട്ട് ആ പൊസിഷനിൽ നിന്നും പൊട്ടിച്ച് കൈ കൊടുത്തവർ വളഞ്ഞു കുത്തിയിട്ട്. ഇവിടെ രാഷ്ട്രീയന്മാർ എന്തേ കാരണം? ഈഴവനായിപ്പോയി ദേവൻ. ഞാൻ ആ ഇലക്ഷൻ, അമ്മയുടെ ആ AMMയുടെ ഇലക്ഷനാണ്, തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ രണ്ടുപേരാണ്, അതായത് ചേതോ മേനോൻ, ഈ ദേവൻ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അത് ചേതോ മേനോൻ ഉറപ്പായി. കാരണം എന്താ? ഈഴവരും നായരും തമ്മിലാ മത്സരം. അപ്പോൾ ഇതൊന്നും പറയാൻ താല്പര്യമില്ലാത്ത വിഷയമാണ്, പക്ഷേ പറയിപ്പിക്കുകയാണ്. പ്രവൃത്തിയിൽ കൂടി കാണിക്കുമ്പോൾ ഇത് ഓരോന്നോരോന്നായി ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ ആഗസ്റ്റ് 15 ഒരു ആഘോഷം അമ്മയുടെ ആസ്ഥാനത്ത് നടക്കുന്നത് കണ്ടു. അമ്മയുടെ ആസ്ഥാനത്ത് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നിലവിലെ പ്രസിഡൻ്റാണ്, ഒരു സംശയവും വേണ്ട. ആ പ്രസിഡന്റിനെ അവിടെ കാണാതെ അവിടെ വന്ന് നിൽക്കുന്നു മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, പിന്നെ മറ്റുള്ള സീൽബന്ദികളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പതാക ഉയർത്താൻ സമയത്ത് ഒക്കെ അവിടെ വന്ന് ഹാജരായ 3 പ്രധാന വ്യക്തികളാണ് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി. പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ, വന്നിട്ടില്ലേ ഒന്നും നമുക്കറിയില്ല. ആ ഭാഗത്ത് കണ്ടില്ല. നിയമപ്രകാരം പ്രസിഡന്റ് വന്നിട്ടാണ് ആ പതാക ഉയർത്തേണ്ടത്, അതവിടെ കണ്ടില്ല. ഓക്കെ, ഇവർ 3 ആളവിടെ എത്തി. ഇവരുടെ 3 ആളിൽ ആരാണ് ആ പതാക ഉയർത്തേണ്ടത്?
ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ഉത്തരം കേട്ടാൽ മതി. മറ്റുള്ള തരികട മറ്റുള്ള ഒരു വർത്തമാനം ഇവിടെ കേൾക്കണ്ട. പ്രോട്ടോകോൾ അനുസരിച്ച് ആ പതാക ഉയർത്തേണ്ട വ്യക്തി കേന്ദ്ര മന്ത്രിയായ സുരേഷ് ഗോപി തന്നെയാണ്. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ ശ്രീകുമാരൻ തമ്പിയോട് കാട്ടിയ ആ ഗർവ് അവിടെ എടുത്തില്ല? അവിടെ നിന്ന് എടുക്കാൻ പറ്റായക. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് സിനിമ, AMMA, സുരേഷ് ഗോപി, ശ്രീകുമാരൻ തമ്പി, കൂട്ടത്തിൽ നമ്മുടെ ആരാധ്യനായ മരിച്ചുപോയ തിലകൻ ഒരു ഓർമ്മക്കുറിപ്പ് ഇതിൻ്റെ ആമുഖത്തിന് കൊടുത്തുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. കൂടുതൽ പറയാതിരിക്കുകയാണ്. പ്രത്യേകിച്ച് AMMAയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനിയും അത് എവിടേക്കും എത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റിലെ അംഗമാണ്, കേന്ദ്രമന്ത്രിയാണ്. ആ മന്ത്രി ഇത്തരത്തിൽ കാണിക്കുമ്പോൾ ജനങ്ങൾ സഹിക്കില്ല. ഇനിയും സമയമുണ്ട് സുരേഷ് ഗോപിക്ക് ശ്രീകുമാരൻ തമ്പിയെ കാണാൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.